ഹായ് ഗൈസ്, വെൽക്കം ടു കുറച്ചേറെ പ്രേക്ഷകരുണ്ട്. നമുക്ക് ജോയ് സ്റ്റോറീസ് പറയാം. സോ നമ്മൾ ഇന്ന് ഏത് മൂവിക്കാ വന്നേക്കണേ? വർഷങ്ങൾക്ക് ശേഷം. അല്ല, വർഷങ്ങൾക്ക് ശേഷം. അപ്പം നമ്മൾ ലുലുവിലാണ് വന്നേക്കുന്നത്. നമ്മൾ കയറാൻ പോവാം. ഞാനും അപ്പയുടെ സിസ്റ്ററും പിന്നെ ജോയലും ഉണ്ട്. ജോയൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കുക. അത്യാവശ്യം ഫുള്ളാന്ന് തോന്നുന്നു. ഞാനും ജസ്യാനി വന്നിരുന്നു ടൈം. അവിടെ മറ്റേ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രം 4 പേരൊക്കെ. എന്ത് വേണം ഓടി നടന്നിട്ട് നമുക്ക് കാണാം, ഏത് സീറ്റിലിരുന്നു. ആരും ഒന്നും പറയില്ല. സിനിമ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? അതെ അതെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ്. സൂപ്പർ. ജോയൽ, എങ്ങനെയുണ്ടായിരുന്നു പടം? കുഴപ്പമില്ലെന്നാ? നിന്റെ മോഹൻലാലിന്റെ വന്നല്ലേ? ജോയൽ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അതൊരു വിനീത് ശ്രീനിവാസൻ മാജിക് കാണാനുണ്ടായിരുന്നു. സോ ഗൈസ്, വർഷങ്ങൾക്ക് ശേഷം ഒന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ വെച്ച് തന്നെ നിങ്ങൾ അത്യാവശ്യം കണ്ട നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ ഒരു റെസ്പോൺസ് നിങ്ങൾ കണ്ടു കാണും. ഒരു രക്ഷയില്ല. വിനീത് ശ്രീനിവാസൻ ഒരു ഫീൽ ഗുഡ് മാജിക് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. അത് ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് വിനീത് ശ്രീനിവാസൻ മാജിക് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ക്രിഞ്ചാണ്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ചെറിയ ക്രിഞ്ചടിക്കും ചില കാര്യങ്ങളിൽ. ബട്ട് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു രീതിക്കാണ് പടം പോകുന്നത്, ഒരു പെർട്ടിക്കുലർ പേസിലാണ്. ബട്ട് ദാറ്റ് ഈസ് എ നീഡഡ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്ക് നീഡഡ് ആയിട്ടുള്ളൊരു സംഭവം. ഫസ്റ്റ് ഹാഫായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വൈബാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ, പക്ഷേ ഒരു ബന്ധമില്ലാത്തൊരു വൈബാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നത്. ആൻഡ് ഇതിൽ അഭിനയിച്ചേക്കുന്ന എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് നിവിൻ പോളിനെയാണ്. അത് ഇപ്പോഴത്തേക്ക് എല്ലാവരും റിവ്യൂ പറയുമ്പോൾ തന്നെ ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലായി കാണും. നിവിൻ പോളി, ഇറ്റ്സ് ഫോർ ഷുവർ ഇറ്റ്സ് ഹിസ് കം ബാക്ക്. വലുതായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല നിവിൻ പോളിനെ ഈ പടത്തിൽ. ബട്ട് നിവിൻ പോളിയുടെ കംബാക്ക് മൂവി തന്നെയാണിത്. ആൻഡ് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് ഹിസ് ബെസ്റ്റ് മൂവി, ബട്ട് ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് ഇൻ ദിസ് മൂവി. ഓക്കെ. പ്രണവ് മോഹൻലാലിന് ഇവർ രണ്ടുപേരെയും കൂടെ കാണുമ്പോഴും പ്രണവ് മോഹൻലാലിനെ പല സ്ക്രീനിൽ പല സീൻസ് നമ്മൾ കാണുമ്പോഴും നമുക്കൊരു ദേജാവു അടിക്കും. പല മോഹൻലാൽ പടങ്ങളിലെ ഓരോ സീൻസ് നമുക്ക് ആ സ്റ്റിൽസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള സ്റ്റിൽസും സീൻസും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. മോസ്റ്റ്ലി അയാൾ കഥ എഴുതുകയാണ്. പിന്നെ ഏതാണ്, പിന്നെ ഒരു പടം കൂടെ, എനിക്ക് പടം ഓർമ്മയില്ല.
ഉസ്താദാന്ന് തോന്നുന്നു. ഈ 2 പടങ്ങളുടെയും ഒരു നമുക്കിങ്ങനെ ആ സെയിം സാധനം നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഡയലോഗ്സ് ആൻഡ് സോങ്സ് ആൻഡ് മാനറിസംസ്, ഗെസ്റ്റേഴ്സ്, എവറിത്തിങ് പ്രണവ്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് തന്നെ ബ്രദറായിരുന്നു. അപ്പോൾ ഞാനും ആടാ മറ്റേത് അത് ഞങ്ങൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു റിയൽ വേൾഡായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പം സപ്പോസ് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, ഇപ്പം മോഹൻലാലിൻ്റെയും ശ്രീനിവാസനെയും പണ്ടത്തെ കോമഡികൾ, ഇവരുടെ തന്നെ റിയൽ ലൈഫിലുള്ള കുറച്ച് കോമഡീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോമഡീസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി പക്ക എല്ലായിടത്തും കോമഡി ആക്ച്വലി വർക്കൗട്ട്. അതിനകത്ത് ചളി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എല്ലാ കോമഡീസും അവർ വെച്ചേക്കുന്ന എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റെട്രോ എഫക്റ്റ്, ഫസ്റ്റ് ഹാഫിലുള്ള റെട്രോ എഫക്റ്റ് നന്നായിട്ട് സൂപ്പറായിട്ട് അവർ ആ മേക്ക് ചെയ്തത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് ആണ് ഈ ഫുൾ മൂവിയിൽ നമുക്ക് നന്നായിട്ട് കാണുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ഒരു സിനിമയ്ക്കകത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുക, ഒന്നുമില്ലായ്മ തൊട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആകുന്നിടം വരെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നുമില്ലായ്മയിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയിലും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെയാണ്. പിന്നെ എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും, ഇപ്പം സിനിമ എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇനി കിട്ടിയാൽ തന്നെയും അത് ലൈഫ് ലോങ്, അല്ലെങ്കിൽ നമുക്കതിനകത്ത് സക്സസ് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രം ഉള്ളതാണെന്ന് കാണിക്കുന്ന ഒരു സംഭവം. അത് സിനിമ മാത്രമല്ല, എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ എന്തും ആ ഒരു പോയിന്റിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കുറച്ച് നാളെ നിൽക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് നന്നായിട്ട് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ്. അതിലും നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ നമുക്ക് അതിൽ കൂടെ. അതിനകത്ത് ഒത്തിരി സാഡായിട്ടുള്ള മൊമെൻറ്റ്സ് കുറേ ഉണ്ട്. എനിക്ക് പിന്നെ ഇച്ചിരി ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രേ ഷെയ്ഡായിട്ട് തോന്നിയത്, ലൈക്ക് അത്രയ്ക്ക് കുറച്ചുകൂടി ഇൻപുട്ട് ഉണ്ടാകാമായിരുന്നു തോന്നിയത് മേക്കപ്പാണ്. അത് ചില സ്ഥലത്തൊക്കെ ഇച്ചിരി ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ധ്യാൻ ഒരു ഇച്ചിരി പ്രായമുള്ള ആളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവിടെ എനിക്ക് ഇച്ചിരി അതൊരു റിയലിസം ആയിട്ട് ഫീൽ ചെയ്തില്ല. പ്രണവ് മോഹൻലാലും ഒരു പ്രായമായി വേറൊരു രീതിക്കൊരു മേക്കപ്പ് ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എൻ ആർട്ട്, അത് അവരുടെ ക്രിയേറ്റിവിറ്റി ആണ്. സോ ഇഫ് ദാറ്റ്സ് വാട്ട് ദേ മെന്റ് ദെൻ ഇറ്റ്സ് ഗുഡ്. ഓക്കെ. പിന്നെ അജു വർഗീസ് നന്നായിട്ട്, ലൈക്ക് യൂഷ്വൽ സാധനം തന്നെ, പക്ഷെ അജു വർഗീസിൻ്റെ യൂഷ്വൽ സാധനം തന്നെ, ശരിയാണ്. കോമഡി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ വാക്കുകളില്ലാത്ത നിവിൻ പോളിയുടെയാണ്. നിവിൻ പോളി തകർത്തു ഈ പടത്തിൽ. നിവിൻ പോളിയുടെ പടമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതും ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് അല്ല, റിയൽ ലൈഫിലെ കോമഡി നമ്മൾ കഥയിലേക്ക് കൊണ്ടുവരില്ലേ, അങ്ങനത്തെ സാധനമാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുന്ന, വാക്കുകൾ കിട്ടാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എന്താണ് ആ മനുഷ്യൻ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല. ബിക്കോസ് ഇതൊരു വി ഫീൽ ലൈക്ക് എ ഫോക്ക് ലോർ. ഇങ്ങനെ പാട്ടിലൂടെ ഇങ്ങനെ കഥ പോവുക, മൊത്തം സിനിമ തന്നെ പാട്ടിലൂടെ നമ്മളങ്ങ് ലയിച്ചിരുന്ന് പോവാം. പാട്ട് കേട്ട് ആ കഥയങ്ങ് പോകുന്നത് ഭയങ്കര ആസ്വദിച്ച് നമ്മൾ ഇരുന്ന് പോകും. അത്രയ്ക്ക് അതിഗംഭീരമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ചെയ്തേക്കുന്നത്. എനിക്ക് അതൊന്നും ഒരു ആ പാട്ടിൻ്റെ എഫക്റ്റും കൊണ്ടും കൂടിയാണ് പറയുന്നത് ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്, ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്, ഇറ്റ്സ് നോട്ട് എ വൺ ടൈം വാച്ച്. ഇതെനിക്കൊന്ന് ഇനിയും കണ്ടാലും നമുക്കൊരു ഫീൽ ഗുഡ് വരുന്നതും, നമ്മുടെ പണ്ടത്തെ പഞ്ചാബി ഹൗസ് ഒക്കെ പോലത്തെ ഒരു പഞ്ചാബി ഹൗസ് അല്ല, ബട്ട് കോമഡി ഉണ്ടല്ലോ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. നമുക്ക് ഇനിയും കണ്ടാലും നമുക്ക് ചിരി വരുന്നുള്ളതാണ് നിവിൻ പോളിയുടെ കോമഡി, നീരജ് മാധവിൻ്റെ കോമഡി. ഇവരുടെ എല്ലാം കുഞ്ഞി എല്ലാം ഇട്ടേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് സംഭവം വന്നേക്കുന്നത്. സോ കോമഡിയൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തേക്കുന്നു. പിന്നെ മെരിലാൻഡ് മൂവീസിൻ്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യം ആണ് പ്രൊഡ്യൂസർ. സോ ഹി ഡിഡ് ഹിസ് ബെസ്റ്റ്. പുള്ളിക്കാരനൊക്കെ ഇതിനകത്ത് കുഞ്ഞു റോളൊക്കെ ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ മാജിക്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ
വിനീത് ശ്രീനിവാസൻ ചെയ്തേക്കുമ്പോൾ നമുക്ക് കുറച്ച് എനിക്കൊരു ഇത് വന്നത്, വേൾഡ് ഇത്ര ചെറുതാണോ, അത്ര അങ്ങനെ ഒരു ഫീല് വരും. എല്ലാം അറിയുന്ന ആൾക്കാരെ മാത്രം കണ്ടുമുട്ടുക, അത് പോസിബിൾ ആണോ? അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. ബട്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അങ്ങനെ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് റെട്രോ എഫക്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ കോമഡീസ് എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒരു രക്ഷയില്ല, ഇങ്ങനെ ഒഴുകുക. ലൈക്ക് എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നമുക്ക് പാട്ടുകൾ, ഇപ്പം സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ പാട്ടുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്, എന്ത് രസമാണ്. അതിനകത്തൊരു പാട്ടുണ്ട് ജ്ഞാപകം എന്ന് പറഞ്ഞിട്ട്, അയ്യോ എന്ത് രസമാണ് അത് കേൾക്കാനായിട്ട്. അതിന് ശരിക്കും അതിങ്ങനെ ഒഴുകുക ആ പാട്ട്. അതൊക്കെ നമ്മൾ കണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ഓൺ ടൈമിലൊക്കെ കേൾക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ്. അതൊക്കെ അമൃത് എന്നാന്ന് തോന്നുന്നു ആളുടെ പേര്, ഇത് ചെയ്തേക്കുന്ന ആളുടെ പേര്. പിന്നെ വിനീത് ശ്രീനിവാസൻ അതിനകത്ത് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ വൈഫും ഇതിനകത്ത് പാടിയിട്ടുണ്ട്. പുള്ളിക്കാരി ഇതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്, ലൈക്ക് പാട്ട് പാടുന്നതായിട്ട്. അതൊക്കെ നല്ല രസം. പുള്ളിക്കാരുടെ പാട്ടും നല്ല രസം. ഒരു പ്രത്യേക ഒരു വോയിസാണ് പുള്ളിക്കാരിയുടെ വോയിസ്. ഒരു വേറൊരു രീതിക്കാണത്. ലൈക്ക് നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പാട്ടുകളൊക്കെ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ മൂവി കാണാൻ തന്നെ തോന്നും. പിന്നെ അഭിനയിച്ചവരെല്ലാവരും, ഫ്രം പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, നീരജ് മാധവ്, ഇവരെല്ലാവരും തകർത്ത് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് നമ്മുടെ നീത പിള്ളയുണ്ട്. ആൻഡ് what was her name? കല്യാണി പ്രിയദർശൻ. പുള്ളിക്കാരിക്ക് ഫ്യൂ സീൻസേ ഉള്ളൂ, അതിങ്ങനെ വന്നു പോകുന്നൊരു സീൻസ്, ലൈക്ക് ദർ ഇസ് ലൈക്ക് നോട്ട് മച്ച്. പിന്നെ ഇതിനകത്ത് കുറച്ച് സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു ബ്രേക്ക് ഓൾ ദോ സ്റ്റഫ്. ഇപ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രസമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. കാരണം അവർ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ മൂവിക്ക്. അത് നമുക്ക് കാണാനും ഉണ്ടെന്നുള്ളതാണ്. സോ ഗോ വാച്ച്. വർഷങ്ങൾക്ക് ശേഷം അറ്റ് തിയേറ്റേഴ്സ്. ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. ഈ പടം തിയേറ്ററിൽ വാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ആണെന്ന് ഞാൻ പറയത്തില്ല. നമുക്കൊരു ഇച്ചിരി ക്രിഞ്ച് അടിക്കും ചില പോർഷനിൽ, എന്നൊരു ഇത് തോന്നും. ബട്ട് അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഹാഫ് നമ്മൾ തീർത്ത് കയ്യിൽ തരും. അത്രയ്ക്ക് അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ്. അതുമല്ല, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഇനി കഥ എന്ത്, ലൈക്ക് ഓൾമോസ്റ്റ് കഥ എൻഡായെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് എന്ത് കഥ, ബട്ട് അതൊന്നും ബന്ധമില്ലാത്ത രീതിക്കാണ് പിന്നെ കഥ പോകുന്നത്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇഫ് യു ആർ എ മൂവി ലവിങ് പേഴ്സൺ, എന്തായാലും വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം. മലയാളികളാണ് നമ്മൾ കണ്ടിരിക്കണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി ബൈ വിനീത് ശ്രീനിവാസൻ ആൻഡ് ഹിസ് crew. That's all, guys. So this is Josh Stories signing off.